വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഇന്ന് നമുക്ക് 7 ബ്രാഹ്മണകുമാരന്മാരുടെ കഥയിലേക്കാണ് പോവാനുള്ളത്. പണ്ട് കുണ്ടിന നഗരത്തിലെ ഒരു ബ്രാഹ്മണ ഗുരു ഉണ്ടായിരുന്നു കേട്ടോ. അദ്ദേഹത്തിന് 7 ശിഷ്യന്മാർ. വേദാധ്യയനം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം ആ നാട്ടിലെ ഭയങ്കരമായ ക്ഷാമം പിടിപെട്ടുത്രേ. ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും മാർഗമില്ലാതെ ഗുരുവും ശിഷ്യന്മാരും വിഷമിച്ചു. ഒടുവിൽ ഗുരു എന്ത് ചെയ്തുന്നോ, ശിഷ്യന്മാരടുത്ത് വിളിച്ച് അന്യദേശത്തുള്ള എൻ്റെ ഭാര്യാപിതാവിനെ കൊണ്ട് ഒരു പശുവിനെ വാങ്ങിക്കൊണ്ടുവരൂ എന്ന് പറഞ്ഞയച്ചു. പശുവിന്റെ ആദായം കൊണ്ട് ക്ഷാമം അകറ്റാമെന്നാണ് കണക്കുകൂട്ടിയ ഇദ്ദേഹം. അങ്ങനെ ശിഷ്യന്മാർ 7 പേരും കൂടി ഉത്സാഹപൂർവ്വം ശ്വശുരഗൃഹത്തിലേക്ക് യാത്രയായി. വളരെ ദിവസങ്ങൾ തുടർച്ചയായി ഭക്ഷണമില്ലാതെ യാത്ര ചെയ്ത് ഒടുവിൽ അവർ ഗുരുനാഥന്റെ ഭാര്യാഗൃഹത്തിലെത്തി. ശ്വശുരനോട് ഗുരുവിന്റെ സന്ദേശം അറിയിച്ചു. അയാളൊരു പശുവിനെ ദാനം ചെയ്തെങ്കിലും വിശന്നു വലഞ്ഞു വന്ന ആ പാവം ശിഷ്യന്മാർക്ക് ഒരു നേരത്തെ ഭക്ഷണമോ തുള്ളി വെള്ളമോ കൊടുത്തില്ല കേട്ടോ. പശുവുമായി മടങ്ങിയവർ പകുതി വഴി യാത്ര ചെയ്തപ്പോൾ തന്നെ തളർന്നു വീണുപോയി. ഇനിയൊരടി വെക്കണമെങ്കിൽ എന്തെങ്കിലും ആഹാരം ഉള്ളിൽ ചെല്ലണമെന്നായപ്പോൾ ഒരാൾ പറഞ്ഞു, ഇങ്ങനെ പോയാൽ നമ്മൾ മരിക്കും, ഈ പശുവും മരിക്കും. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, ഈ പശുവിനെ കൊന്നിട്ട് കുറെ മാംസം വേവിച്ച് തിന്നാന്നാണ് കരുതി. ബാക്കിയുള്ളത് പൊതിഞ്ഞെടുത്ത് ഗുരുനാഥനും കൊടുക്കാം. നമ്മുടെ അവസ്ഥ മനസ്സിലാക്കുമ്പോൾ ഗുരുനാഥൻ നമ്മളോട് ക്ഷമിക്കാതിരിക്കൂല എന്ന് ഏതോ ഒരാൾ പറഞ്ഞു. ഒട്ടിത്തം നോക്കണേ. പ്രാവർത്തികമായ ഏക നിർദ്ദേശം എന്ന നിലയിൽ അതെല്ലാവരും സമ്മതിച്ചു. അവരാ പശുവിനെ കൊന്നു. കുറെ മാംസം വേവിച്ച് 7 പേരും കൂടി ഭക്ഷിച്ചു. ബാക്കിയുള്ളതുമായി ഗുരുവിന്റെ അടുത്ത് ചെന്ന് സത്യമെല്ലാം പറഞ്ഞു. ജീവൻ നിലനിർത്തുവാൻ മറ്റു മാർഗമില്ലാതെ വരുമ്പോൾ ധർമാധർമ്മ ചിന്തക്ക് പ്രസക്തിയില്ലെന്നും സത്യസന്ധമായി കാര്യങ്ങൾ തുറന്നു പറഞ്ഞ ശിഷ്യന്മാരെ അനുമോദിക്കുകയാണ് വേണ്ടതെന്നും വിചാരിച്ച് ഗുരു അവരൊന്നും കുറ്റപ്പെടുത്തിയതുമില്ല കേട്ടോ. സത്യത്തെ മുൻനിർത്തി ശുദ്ധ മനസ്സോട് ചെയ്യുന്ന അധർമ്മം പോലും ധർമ്മമായി മാറും. എന്നാൽ ഒരുവൻ ദുഷ്ടബുദ്ധി നിറഞ്ഞ മനസ്സോടെയാണ് സൽക്കർമ്മം ചെയ്യുന്നത് എങ്കിലും അതിന്റെ ഫലം മറിച്ചായിരിക്കും. മനസ്സ് ശരിയല്ലാണ്ട് നല്ല കാര്യം കേട്ട് കാര്യമില്ല എന്ന് പറയുന്നു. അതിന് ഉദാഹരണമായൊരു കഥ ഞാൻ പറയാം. പണ്ടൊരു ബ്രാഹ്മണനും ഒരു ചണ്ടാലനും ഒരേ കാലത്ത് ഗംഗാതീരത്ത് തപസ് ചെയ്തിരുന്നു. നദീതീരത്ത് നിത്യവും എത്തുന്ന മുക്കുവന്മാർ ധാരാളം മത്സ്യങ്ങളെ പിടിക്കുന്നതും അവിടെ വെച്ച് തന്നെ കുറെ എണ്ണത്തിന് തീ കൂട്ടി ചുട്ടു തിന്നുന്നത് കണ്ട ബ്രാഹ്മണ തപസ് വിചാരിച്ചു, ഞാനിവിടെ നിരാഹാരനായിരുന്ന ഈശ്വരഭജനം നടത്തുന്നു, ഈ വൃത്തികെട്ട മുക്കുവന്മാരാകട്ടെ മത്സ്യങ്ങളെ പിടിച്ചു കൊന്ന് മാംസം തിന്നുന്നു. ഈ നീചന്മാർ ഭാഗ്യവാന്മാരാണ്, നല്ല മത്സ്യങ്ങളെ പിടിച്ച് ചുട്ടു തിന്ന് സുഖമായി ജീവിക്കുന്നു. ഞാനാണെങ്കിലോ പട്ടിണിയിരുന്ന് നാമം ജപിക്കുകയും ചെയ്യുന്നു. എന്താ കഥ ആലോചിച്ച് നോക്കിക്കോ. അതേസമയം അപ്പുറത്തിരുന്ന് ജപിച്ചിരുന്ന് ചണ്ടാളൻ എന്ത് വിചാരിച്ചതെന്നോ, കഷ്ടം, എന്തൊരു പാപമാണ് ഇവർ ചെയ്യുന്നത് ഈശ്വര. പാപം മത്സ്യങ്ങളെ പിടിച്ച് ചുട്ടു തിന്നുന്നു. ഈ പാപകർമ്മം എന്നും ഇങ്ങനെ കാണേണ്ടി വരുന്നല്ലോ എന്ന് ആരാ വിചാരിച്ചത്? ചണ്ടാളൻ. അപ്പൊ ജനനം കൊണ്ടല്ല, കർമ്മം കൊണ്ടാണ് നല്ലതും ചീത്തയാവുന്നത് എന്നില്ലേനൊരു തെളിവല്ലേ ഇത്? അയാൾ കണ്ണുകൾ ഇറുകി അടച്ച് പരിസരം മറന്ന് നാമജപത്തിൽ മുഴുകി മനസ്സിനെ കൂടുതൽ ദൃഢമാക്കിക്കൊണ്ടിരുന്നു. കുറെ കാലം അങ്ങനെ നിരാഹാരമെന്ന് ഇരുവരും മൃത്യുവിനെ വരിച്ചു. ആ ബ്രാഹ്മണന്റെ മൃതദേഹം നായ്ക്കൾ കടിച്ച് വലിച്ചു. ചണ്ടാളന്റേതാകട്ടെ ഗംഗയിൽ വീണൊഴുകിപ്പോയി. ഇരുവരുടെയും പുനർജന്മത്തിലും വ്യത്യാസമുണ്ടായിരുന്നു. ബ്രാഹ്മണൻ മുജ്ജന്മ സ്മൃതിയോടെ മുക്കുവനായി ജനിച്ചു. അയാൾക്ക് മാംസം മീനത്തുന്നണം എന്നല്ല വിചാരം ഉണ്ടായിരുന്നു, അതുകൊണ്ട് മുക്കുവനായി. ചണ്ടാളൻ എന്ത് ചെയ്തു? രാജവംശത്തിലും ജനിച്ചു. അയാൾക്കും പൂർവജന്മ സ്മൃതി ഉണ്ടായിരുന്നു. അയാൾ രാജഭോഗങ്ങൾ അനുഭവിച്ച് സുഖമായി ജീവിച്ചു കേട്ടോ. ബ്രാഹ്മണൻ മത്സ്യം പിടിച്ചു തന്ന് ഉപജീവനം നടത്തുകയും ചെയ്തു. ഇങ്ങനെ കർമ്മവും മനസ്സും ശുദ്ധമാണെങ്കിൽ ഫലവും ശുദ്ധമായിരിക്കും പറയണം. ഇപ്രകാരം കലിംഗദത്ത രാജാവ് രാജ്ഞിയെ താരാദത്തയോട് കഥ പറഞ്ഞു കേൾപ്പിച്ചു. വീണ്ടും സൽക്കഥകൾ കേൾക്കാൻ താല്പര്യം പ്രകടിപ്പിച്ച ദേവിയോട് രാജാവ് മറ്റൊരു കഥ പറയുകയാണ്. എന്താണോ, വിക്രമസിംഹൻ എന്ന് പേരുള്ള ഒരു മഹാരാജാവിന്റെ കഥയാണ് ഇനി പറയാൻ പോകുന്നത്. ഈ കലിംഗദത്ത രാജാവ് ഏത് പ്രതിബന്ധങ്ങളെയും ധീരതയോടെ നേരിട്ട് സ്വകർമ്മ നിർവഹണം നടത്തുന്നവന് സർവ്വ ഐശ്വര്യങ്ങളും ലഭ്യമാകും. ഇതിനുദാഹരണമായ ഒരു കഥ കേൾക്കുക. കഥയിലെ കഥ തന്നെ. പ്രസിദ്ധമായ അവന്തി രാജ്യത്ത് ഉജ്ജയിനി എന്നൊരു നഗരമുണ്ട് കേട്ടോ. ഒരു കാലത്ത് അവിടെ വാണിരുന്നത് വിക്രമസിംഹൻ എന്ന മഹാരാജാവായിരുന്നു.
അദ്ദേഹം മഹാശക്തിശാലിയും വിശാലഹൃദയനും നല്ലൊരു യുദ്ധനിപുണനുമായിരുന്നു. അദ്ദേഹത്തെ ഭയന്നിട്ട് എല്ലാ രാജാക്കന്മാരെ കപ്പം കൊടുക്കുകയും അങ്ങനെ ചക്രവർത്തിയായി വാഴുകയും ചെയ്തിരുന്നു. എങ്കിലും തന്റെ കരബലം പ്രകടിപ്പിക്കുവാൻ ഒരു യുദ്ധത്തിന് അവസരം കിട്ടുന്നില്ലല്ലോ എന്ന നിരാശ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അത് മനസ്സിലാക്കിയ അമരഗുപ്തൻ എന്ന മന്ത്രി ബാണാസുരൻ പണ്ട് ശിവനെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തി തന്നോട് യുദ്ധം ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചതും ശിവന്റെ അനുഗ്രഹം പോലെ പിന്നീട് ഭഗവാൻ ശ്രീകൃഷ്ണൻ ബാണന്റെ ദർപ്പം ശമിപ്പിച്ചതുമായ കഥ പറഞ്ഞു. ആ കഥ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് പറയുകയാണ് അദ്ദേഹം, അങ്ങ് ഒരിക്കലും ഒരു യുദ്ധത്തിന് വേണ്ടി മോഹിക്കരുത് മഹാരാജാവേ. കൈത്തരിപ്പ് തീർക്കുവാൻ രാജാക്കന്മാർ നായാട്ടിന് പോവുകയാണ് വേണ്ടത്. മൃഗയാ വിനോദത്തിലൂടെ ലഭിക്കുന്ന പരിശീലനവും ക്ഷമയും സാമർഥ്യവും ഒക്കെ എപ്പോഴെങ്കിലും ഒരു യുദ്ധമുണ്ടായാൽ പ്രയോജനപ്പെടുകയും ചെയ്യും. എന്നാൽ നായാട്ടം തുടർച്ചയായി നടത്തുന്നത് നല്ല ശീലമല്ല കേട്ടോ. പണ്ട് പാണ്ഡുവിനും ദശരഥനും ഒക്കെ സംഭവിച്ചത് അറിയാമല്ലോ എന്ന് പറഞ്ഞു. ഈ ഉപദേശം സ്വീകരിച്ച രാജാവ് വേട്ടക്ക് പോകാൻ ഒരുക്കമായി. അദ്ദേഹം കാട്ടിലേക്ക് യാത്ര ചെയ്യവേ നഗരത്തിന് പുറത്ത് വിജനമായ പ്രദേശത്തുള്ള ഒരു ക്ഷേത്രത്തിൽ രണ്ടുപേർ എന്തോ രഹസ്യമായി ആലോചിക്കുന്നത് കണ്ടു. അവരെ സംശയം തോന്നിയെങ്കിലും തൽക്കാലം അതിലിടപെടാതെ അദ്ദേഹം വനത്തിലേക്ക് യാത്ര തുടർന്നു. എന്തോ ഉണ്ട് ഈ പറയുന്നതിൽ നിന്ന് തോന്നിയെങ്കിലും രാജാവ് അതിന് നിന്നില്ല. വനത്തിലെത്തി ശരീരം തളരുവോളം മൃഗയാ വിനോദം നടത്തിയ ശേഷം അദ്ദേഹം രാജധാനിയിലേക്ക് തിരികെ പോരുമ്പോഴും ആ യുവാക്കൾ അമ്പലത്തിലിരുന്ന് ആലോചന തുടരുന്നത് കണ്ടു. സംശയം തോന്നിയ രാജാവ് അവരെ ബന്ധിച്ച് പിറ്റേന്ന് തന്റെ മുന്നിൽ ഹാജരാക്കണമെന്ന് കൽപ്പിച്ചു. പിറ്റേന്ന് പ്രഭാതത്തിൽ ആസ്ഥാന മന്ദിരത്തിലിരുന്ന് രാജാവ് ആ ബന്ധനസ്ഥരായ യുവാക്കളെ ചോദ്യം ചെയ്തു. ആരാണ് നിങ്ങൾ? ക്ഷേത്രത്തിലിരുന്ന് ദീർഘനേരം നിങ്ങൾ എന്ത് ഗൂഢാലോചനയാണ് നടത്തിയിരുന്നത്? അത് കേട്ട് പേടിച്ചരണ്ട യുവാക്കളിൽ ഒരുവൻ രാജാവിനെ താണ തൊഴുതുകൊണ്ട് പറയാൻ തുടങ്ങി. മഹാരാജൻ, അങ്ങയുടെ നഗരത്തിൽ അവിടുത്തെ പ്രജയായ കരതകൻ എന്ന ബ്രാഹ്മണന്റെ പുത്രനാണ് ഞാൻ. ബാല്യത്തിൽ തന്നെ വേദശാസ്ത്രങ്ങളെല്ലാം അഭ്യസിച്ചു. എന്റെ ഭാഗ്യദോഷത്താൽ നന്ന ചെറുപ്പത്തിൽ തന്നെ എനിക്ക് മാതാപിതാക്കൾ നഷ്ടപ്പെട്ടു. അനാഥനായി തീർന്ന ഞാൻ ചൊല്ലുകളില്ലാതെയാണ് പിന്നെ വളർന്നത്. ആരുമില്ല, കുരുക്കളില്ലാതെ കളരിയായിപ്പോയി. ബ്രാഹ്മണകുല ആചാരമൊക്കെ വെടിഞ്ഞ് ഞാൻ ആയുധാഭ്യാസത്തിലും ചൂതുകളി തുടങ്ങിയ വിനോദങ്ങളിലും ഏർപ്പെട്ടു. യൗവനത്തിന്റെ തിളപ്പും ആയോധന വിദ്യ നൽകിയ മനക്കരുത്തും ഒന്നിച്ചപ്പോൾ കൈക്കരുത്ത് തീർക്കാൻ കാട്ടിൽ പോകാൻ തീരുമാനിച്ച് ഞാൻ യാത്രയായി. വഴിക്കൊരു പല്ലക്കിൽ സ്വഭർത്താവിനൊപ്പം യാത്ര ചെയ്യുന്ന ഒരു സുന്ദരിയെ കണ്ടു. പെട്ടെന്നതാ ഒരു കാട്ടാൻ അവർക്ക് നേരെ ഓടി വരുന്നു. ഭയന്നു പോയ അമാലന്മാര് പല്ലക്ക് താഴെയിട്ട് ഓടിപ്പോയി. പല്ലക്ക് ചുമക്കുന്നവരുടെ പേരാണ് അമാലന്മാര്. ഭീരുവായി അവളുടെ ഭർത്താവും അവളെ രക്ഷിക്കാൻ ശ്രമിക്കാതെ ഓടി മറഞ്ഞു. ആ യുവതിയുടെ പ്രാണൻ രക്ഷിക്കേണ്ടത് എന്റെ കടമയാണെന്ന് എനിക്ക് തോന്നി. ഞാൻ ആനയെ എതിരിട്ടു. അതെന്നെ കൊല്ലാനായി ഓടി വന്നു. ഞാൻ അതിന് അസ്ത്രപ്രയോഗത്താലും മറ്റും വിരട്ടി ഒരുവിധം ഓടിച്ചു വിട്ടു. പിന്നീട് ഞാൻ ആ യുവതിയുടെ അടുത്ത് ചെന്നു. അവൾ തൊഴുതുകൊണ്ട് പറഞ്ഞു, എന്റെ ജീവൻ രക്ഷിച്ച ധീരനായ അങ്ങേക്ക് നന്ദി. എന്റെ ഭർത്താവ് ഇത്ര ഭീരവും സ്നേഹശൂന്യനുമാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നതേയില്ല. അതാ ആ ഭീരവും വൃത്തന്മാരും മാന പോയതറിഞ്ഞു വരുന്നുണ്ട് കേട്ടോ. അങ്ങ് അവർ കാണാതെ ഞങ്ങളെ പിന്തുടരണം. സമയവും സന്ദർഭവും ഒത്തു കിട്ടുമ്പോൾ ഞാൻ അങ്ങയോടൊപ്പം വരാം. നമുക്കൊന്നിച്ചു വേണം ഇനി ജീവിക്കാൻ. ഇങ്ങനെ പറഞ്ഞു ആ പെൺകുട്ടി. അതിസുന്ദരിയാണ് അവളെങ്കിലും എനിക്ക് ചേർന്നവളാണോ എന്നൊന്നും അപ്പോൾ ഞാൻ ആലോചിച്ചില്ല. ഭീരുവായ ഭർത്താവ് എന്ന് അവളോടൊപ്പം വീണ്ടും യാത്ര തുടർന്നു. അവർ കാണാതെ പിന്നാലെ ഞാനും കൂടി. അങ്ങനെ കുറെ ദൂരം സഞ്ചരിച്ച് ലോഹനഗരം എന്ന സ്ഥലത്ത് ഞങ്ങൾ എത്തി. അവിടെയുള്ളൊരു ക്ഷേത്ര സങ്കേതത്തിൽ അന്ന് രാത്രി കഴിച്ചു കൂട്ടുവാൻ അവർ തീരുമാനിച്ചു. കുറെ കഴിഞ്ഞപ്പോൾ മറ്റൊരു ബ്രാഹ്മണ യുവാവ് അവിടെ എത്തി. ഞങ്ങൾ തമ്മിൽ കണ്ടപ്പോൾ തന്നെ മുജ്ജന്മ ബന്ധം കൊണ്ടെന്ന പോലെ വളരെ അടുത്തു. ഞാൻ എൻ്റെ സത്യസ്ഥിതിയും ഉദ്ദേശവും ഒക്കെ അയാളോട് പറഞ്ഞു. അപ്പോൾ അയാളും തൻ്റെ ഗൂഢലക്ഷ്യം എന്നോട് പറഞ്ഞു. ആ സുന്ദരിയുടെ ഭർത്താവിന്റെ സഹോദരിയുമായി അയാൾ പ്രണയത്തിലാണെന്നും അവളോടൊപ്പം ഒളിച്ചോടാൻ തരം പാർത്ത് വന്നിരിക്കുകയാണെന്നും മനസ്സിലായി. ഞങ്ങൾ പരസ്പരം സഹായിക്കാൻ തീരുമാനിച്ചു. അതനുസരിച്ച് രാത്രി എൻ്റെ കാമുകിയായ സുന്ദരി ഞങ്ങളുടെ അടുത്തെത്തുകയും എൻ്റെ സുഹൃത്ത് അവളുടെ വേഷം ധരിച്ച് ഭർത്താവിനോടൊപ്പം പിറ്റേന്ന് വീട്ടിലേക്ക് പോകുകയും ചെയ്തു. അന്ന് രാത്രി അയാൾ തൻ്റെ കാമുകിയെയും കൂട്ടി അവിടെ നിന്ന് ഒളിച്ചു പോന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും മുൻനിശ്ചയപ്രകാരം ഇവിടെ എത്തുകയും ചെയ്തു. ഇനി എവിടെ, എങ്ങനെ, എന്ത് ജോലി
ചെയ്ത് ജീവിക്കണമെന്നും മറ്റും ഗാഠമായി ആലോചിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് അങ്ങ് ഞങ്ങളെ കണ്ടതും ഇവിടെ ഹാജരാക്കപ്പെട്ടതും. ഇനി ഞങ്ങൾ എന്ത് വേണമെന്ന് അങ്ങ് ആജ്ഞാപിക്കും പോലെ ചെയ്തു കൊള്ളാമെന്ന് ഒരു ബ്രാഹ്മണകുമാരൻ പറഞ്ഞു. ഇത്രയും വിശദമായി പറഞ്ഞത് കേട്ട് വിക്രമസിംഹ രാജാവ് അവരിൽ സന്തുഷ്ടനായി ഇപ്രകാരം പറഞ്ഞു: നിങ്ങൾ ഇരുവരും ധീരന്മാരും സാഹസികരുമാണ്. നിങ്ങൾ ഇനി ഉജ്ജയിനി നഗരത്തിൽ തന്നെ താമസിച്ചു കൊള്ളുക. താമസിക്കാനുള്ള സ്ഥലവും തൊഴിലും ഒക്കെ ഞാൻ നിങ്ങൾക്ക് നൽകുന്നതാണ്. അങ്ങനെ രാജാവിന്റെ അനുഗ്രഹത്താൽ ആ യുവാക്കന്മാർ തുടർന്നുള്ള കാലം സുഖമായി അവിടെ താമസിച്ചു. ധീരന്മാർക്കും സത്യസന്ധന്മാർക്കും എപ്പോഴും ഐശ്വര്യമുണ്ടാകും എന്നതിനുള്ള ഉദാഹരണമാണ് ഈ കഥ. അതുകൊണ്ട് ഭവതി സ്വപ്നത്തിൽ ഒരു ജ്വാല തന്നിലേക്ക് പ്രവേശിക്കുന്നതായി കണ്ടതിനർത്ഥം എന്താണെന്നോ ഏതോ ദിവ്യസ്വരൂപം ഭവതിയുടെ ഗർഭത്തിൽ പ്രവേശിച്ചു എന്നതായിരിക്കണം. ഗർഭിണിയായ താരാദത്താദേവി സ്വഭർത്താവായ കലിംഗദത്ത രാജാവിന്റെ ഇപ്രകാരമുള്ള സംഭാഷണം കേട്ട് സന്തോഷചിത്തയായി അങ്ങനെ അവിടെ താമസിച്ചു എന്ന് പറയുന്നു അവര്. അപ്പൊ അനന്തരം താരാദത്താറാണി ഗർഭകാലം പൂർത്തിയായ മുറക്ക് അതിസുന്ദരിയായ ഒരു പെൺകുഞ്ഞിനാണ് പ്രസവിച്ചത്. ഒരാൺകുട്ടി ജനിക്കുമെന്നാണ് റാണി കരുതിയിരുന്നത്. അതിൽ അവർക്ക് അല്പം ഇച്ഛാഭംഗം നേരിടാതിരുന്നില്ല കേട്ടോ. രാജാവിനും ഒരു പുത്രൻ ഉണ്ടാകണമെന്നായിരുന്നു ആഗ്രഹം. മനസ്സിനുണ്ടായ വിഷമം മറക്കാനായി രാജാവ് അടുത്തുള്ള ഒരു ബുദ്ധവിഹാരത്തിലേക്ക് നടന്നു. അവിടെ അപ്പോൾ ഒരു ബുദ്ധഭിക്ഷു ചുറ്റും കൂടിയ ജനങ്ങളോട് ഇപ്രകാരം പറയുന്നത് അദ്ദേഹം കേട്ടു: എന്താ, ധനദാനമാണ് ഏറ്റവും വലിയ പുണ്യകർമ്മം. ബുദ്ധ ഭഗവാൻ സ്വശരീരത്തെ തന്നെ ദാനമായി നൽകിയിട്ടുണ്ട്. ധനദാനം, ശരീരദാനം തുടങ്ങിയവയുടെ മാഹാത്മ്യം വിളവാക്കുന്ന ഒരു കഥ ഞാൻ പറയാം. ബുദ്ധഭിക്ഷു കഥ പറഞ്ഞു കൊടുക്കുകയാണ്. പണ്ടൊരിടത്ത് ഒരു രാജാവിന് 7 പുത്രിമാരുണ്ടായിരുന്നു. അതിസുന്ദരികളായിരുന്നെങ്കിലും ഈ യുവതികൾക്ക് ഐഹിക ജീവിത സുഖങ്ങളിൽ ഒന്നും അശേഷം താല്പര്യമില്ലായിരുന്നു കേട്ടോ. വിശക്കുന്ന ജന്തുക്കൾക്ക് ആഹാരമായി സ്വശരീരങ്ങൾ ബലിയർപ്പിച്ച് പുണ്യം നേടാമെന്നുറപ്പിച്ച് ശ്മശാനത്തിലേക്ക് പുറപ്പെട്ടു 7 പേര്. കാര്യമറിയാതെ പിന്നാലെ എന്ന പരിചാരികമാർ നിങ്ങൾ എവിടെ പോകുന്നു എന്ന് ചോദിച്ചു. അതിന് മറുപടിയായി ഇവര് പറയുകയാണ്: തോഴിമാരെ, ഈ സൗന്ദര്യവും യൗവനവും ഒക്കെ വെറും മായയാണ് കേട്ടോ. ഈ നശ്വരമായ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായ പ്രവൃത്തി ത്യാഗമാണ്. പരഹിതത്തിനായി സർവ്വതും ഉപേക്ഷിക്കുക. മാംസഭുക്കുകളായ ജീവികൾക്ക് ഞങ്ങളുടെ ശരീരം സമർപ്പിക്കാനായി ഞങ്ങൾ ചുടുകാട്ടിലേക്ക് പോവുകയാണ്. കൂട്ടുകാരികളെ, ഞങ്ങൾക്ക് മാതൃകയായി പണ്ടൊരു രാജകുമാരനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കഥ കേൾക്കുക. കഥ തുടങ്ങി. പണ്ട് നന്നേ ചെറുപ്പത്തിൽ തന്നെ ജീവിത വിരക്തി വന്നത് രാജകുമാരനുണ്ടായിരുന്നു. രാജഭോഗങ്ങളൊക്കെ ത്യജിച്ച് സന്യാസിയായി ഭിക്ഷ എടുത്താണ് അദ്ദേഹം ജീവിച്ചത്. ഒരു ദിവസം ഭിക്ഷക്കു ചെന്ന വീട്ടിലെ സുന്ദരിയായ യുവതി അദ്ദേഹത്തിന്റെ സുന്ദരമായ കണ്ണുകൾ കണ്ട് മോഹിച്ചു. അപ്പോൾ സന്യാസിയോട് ചോദിച്ചു: ഇത്ര സുന്ദരനായ അങ്ങ് എന്തിനാണ് ഭിക്ഷ എടുക്കുന്നത്? അങ്ങയുടെ സുന്ദരമായ കണ്ണുകൾ കണ്ടാൽ ഏതൊരു രാജകുമാരി അങ്ങയെ കാമിച്ചു പോകുമല്ലോ എന്ന് പറഞ്ഞു. അത് കേട്ടതും ആ സന്യാസി തന്റെ ഒരു കണ്ണ് കുത്തിപ്പറിച്ചെടുത്ത് അവൾക്ക് നീട്ടിക്കൊണ്ട് പറഞ്ഞു: നോക്ക്, അറപ്പുളവാക്കുന്ന ഈ മാംസകഷ്ണം നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്തോ. ഇതുപോലെയാണ് മറ്റേ കണ്ണ്. ഇവയിലേതാണ് നിങ്ങൾക്ക് ഇഷ്ടം? അത് കണ്ടും കേട്ടും ദുഃഖിതായ യുവതി പറഞ്ഞു: കഷ്ടം, എന്നോട് ക്ഷമിക്കൂ, ഞാൻ കാരണം അങ്ങയുടെ ഒരു കണ്ണ് നഷ്ടമായല്ലോ എന്ന് പറഞ്ഞു. ആ പശ്ചാത്താപം കേട്ട് ഭിക്ഷു പറഞ്ഞു: അങ്ങനെ വിഷമിക്കണ്ട, നിങ്ങൾ എനിക്കൊരു ഉപകാരമാണ് ചെയ്തത്. അതിന് ഉദാഹരണമായി ഒരു കഥ ഞാൻ പറയാം. കണ്ണ് ചൂടിനെടുത്ത് അദ്ദേഹം കഥ പറയാൻ തുടങ്ങി. ഒരിക്കൽ ഗംഗാതീരത്തുള്ള ഒരു ആശ്രമത്തിൽ സർവസംഘ പരിത്യാഗിയും മഹാതേജസ്വിമായ ഒരു മുനി സമാധിയിൽ ഇരിക്കുകയായിരുന്നു. ആ സമയത്ത് ഒരു രാജാവ് തന്റെ പത്നിമാരോടൊപ്പം ഗംഗാതീരത്തുള്ള ഉപവനത്തിൽ ഉല്ലസിക്കുവാനെത്തി. മദ്യപാനം നടത്തിയും രാജ്ഞിമാരോട് സല്ലപിച്ചും സമയം കഴിച്ച രാജാവ് അവിടെ കിടന്നുറങ്ങിപ്പോവുകയും ചെയ്തു കേട്ടോ. രാജാവ് ഉറങ്ങുകയാണല്ലോ എന്ന് കരുതി ചുറ്റുപാടുമുള്ള കാഴ്ചകൾ കാണാനായി രാജ്ഞിമാർ അങ്ങനെ ചുറ്റി നടക്കുമ്പോൾ ഒരിടത്ത് കല്ലുപോലെ അനങ്ങാതിരിക്കുന്ന ഒരു മുനിയെ കണ്ടു. കൗതുകം മൂലം അവർ അടുത്തു ചെന്നു. അവരുടെ ചലനങ്ങളോ സംസാരമോ ഒന്നും മുനിയെ ഉണർത്തില്ല. എങ്കിൽ ഇദ്ദേഹം കണ്ണു തുറക്കുന്നവരെ കാത്തു നിൽക്കുക തന്നെ എന്ന് റാണിമാരും ഉറപ്പിച്ചു. വേണ്ടാത്ത പണി ഇവരിലെടുക്കുരുത്ത് വരത്തിട്ടല്ലേ നടക്കുന്നു. ഇതിനിടെ ഉറക്കമുണ്ടെന്ന രാജാവ് രാജ്ഞിമാരെ കാണാതെ പരിഭ്രമിച്ച് ഓടി അവിടെ എത്തി. തന്റെ ഭാര്യമാർ യോഗിയെ നോക്കി നിർനിമേഷരായി നിൽക്കുന്നത് കണ്ടപ്പോൾ രാജാവിന് മുനിയോടാണ് കോപം തോന്നിയത്. ഉടനെ വാളൂരി മുനിയുടെ മാറിൽ ഒരു വെട്ടുകൊടുത്തിട്ട് രാജ്ഞിമാരെയും കൂട്ടി രാജാവ് പോയി. ഗംഭീരായില്ലേ? ഇതൊക്കെ ആയിട്ടും മുനി കുലുങ്ങിയില്ല. ചോരയും വലിപ്പിച്ച് അതേ ഇരിപ്പന്നെ.
ഈ അനീതി കണ്ട് കോപിഷ്ഠയായ ഒരു ദേവത അവിടെ പ്രത്യക്ഷപ്പെട്ട് ഇപ്രകാരം പറഞ്ഞു: ഹേ മഹാത്മൻ, അങ്ങേ അകാരണമായി വെട്ടി മുറിവേൽപ്പിച്ച ആ രാജാധമനെ ഞാൻ ശിക്ഷിക്കാൻ പോകുന്നു. അങ്ങ് അതിനെ അനുവദിച്ചാലും. അപ്പോൾ മുനി ദേവതയോട് തടഞ്ഞുകൊണ്ട് പറഞ്ഞു: അരുത് ദേവി, അയാളെന്നെ ശിക്ഷിക്കുകയല്ല രക്ഷിക്കുകയല്ല ചെയ്തത്. എത്രത്തോളം ക്ഷമാശീലം എനിക്കുണ്ടെന്നുള്ള പരീക്ഷണത്തിൽ വിജയിക്കാൻ അദ്ദേഹം എന്നെ സഹായിക്കുകയല്ലേ ചെയ്തത്. ആ മുനി പറഞ്ഞതുപോലെ എന്റെ ഈ നേത്ര സമർപ്പണവും എനിക്ക് ഉപകാരമായി തീർന്നിരിക്കുന്നു എന്നും പറഞ്ഞ യുവ സന്യാസി ഭിക്ഷയും വാങ്ങിപ്പോയി. അതുപോലെ ഈ ശരീരങ്ങൾ എത്ര സുന്ദരമായാലും അവ മൃഗങ്ങൾക്ക് ബലിയർപ്പിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. പ്രകാരം പറഞ്ഞ ആ രാജകുമാരിമാർ 7 പേരും സ്വശരീരങ്ങൾ മൃഗങ്ങൾക്ക് ബലിയർപ്പിച്ച് സായുജ്യം നേടി. ബുദ്ധഭിക്ഷുവിന്റെ കഥയും പ്രഭാഷണവും കേട്ട ശേഷം കലിംഗദത്ത രാജാവ് കൊട്ടാരത്തിലേക്ക് തിരിച്ചു പോന്നു. കൊട്ടാരത്തിലെത്തിയ ശേഷവും മ്ലാനവദനായി ദുഃഖിച്ചിരിക്കുന്ന രാജാവിനോട് കൊട്ടാരത്തിൽ അന്തേവാസിയായ ഒരു വൃദ്ധ ബ്രാഹ്മണൻ ഇപ്രകാരം പറഞ്ഞു: അല്ലയോ മഹാരാജാവേ, ഒരു മകള് പിറന്നതിലെങ്കിൽ എന്തിനാണ് ഇത്ര അധികം ദുഃഖിക്കുന്നത്? ഒരു കന്യക പിറക്കാൻ എത്രയോ പേർ തപസ്സനുഷ്ഠിക്കുന്നു. മാത്രമല്ല, പുത്രന്മാരെക്കാൾ ഏറെ മാതാപിതാക്കളെ സ്നേഹിക്കുന്നത് പുത്രിമാരായിരിക്കും. പുത്രന്മാർ പിതാവിന്റെ ധനരാജ്യാദികളിലാണ് സ്നേഹം പുലർത്തുക. അത് കൈക്കലാക്കാൻ എന്തും ചെയ്യാനും അവർ മടിക്കില്ല. കുന്തിഭോജൻ എന്ന രാജാവ് മകളായ കുന്തിയിൽ നിന്ന് ഐശ്വര്യം നേടി. ദുർവാസാവിന്റെ ശാപം ഏൽക്കാതെ പിതാവിനെ രക്ഷിച്ചത് അവളായിരുന്നല്ലോ. അപ്രകാരമുള്ള മറ്റൊരു കന്യകയുടെ കഥ ഞാൻ പറയാം. ആ കഥ നമ്മൾ ഇന്ന് പറയുന്നില്ല, നമ്മൾ ആ കഥ നാളെയാണ് പറയാൻ ഉദ്ദേശിച്ചത്. അപ്പൊ സമയം ഇല്ല. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.